ഹായ്, എൻ്റെ പേര് അഭിനന്ദ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ എറണാകുളം പർപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെന്നെങ്കിൽ എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ ഒരു പെറ്റ് ഡോഗ് ഉണ്ട്. അച്ഛൻ്റെ പേര് ശശീന്ദ്രൻ എന്നാണ്, അമ്മയുടെ പേര് ശ്രീകല, എൻ്റെ ബ്രദർ അശ്വന്ത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പെറ്റിൻ്റെ പേര് റോക്കി എന്നാണ്, ലാബ്രഡോറാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിംഗ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഇൻഡസ്ട്രിയായ പർപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. പർപ്പിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പർപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കോസ്മെറ്റിക് ഐറ്റംസ് ആണ്. ഇന്ത്യയിൽ ഒരുപാട് വേക്കൻസീസും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും പർപ്പിളിലുണ്ട്. ഒരുപാട് ഒമനി സ്റ്റോഴ്സ്, ഡാർക്ക് സ്റ്റോർ തുടങ്ങിയ കാറ്റഗറിയിൽ ഒരുപാട് സ്റ്റോഴ്സ് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. അതിൽ കേരളത്തിൽ ഏറ്റവും ഫസ്റ്റ് ഡാർക്ക് സ്റ്റോർ ഓപ്പൺ ചെയ്തത് ഞാനും എൻ്റെ ടീമുമായിരുന്നു. ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് നല്ല അനുഭവങ്ങളാണ് പർപ്പിൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഞങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും പർപ്പിൾ ഞങ്ങളെ സഹായിച്ചു. ഹലോ. അമ്മ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അത് ഗസ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ നടക്കാൻ പോകുന്നുമ്മ. എൻ്റെ ആ ഓർഡർ റിസീവ് ആയിട്ടുണ്ട്. എൻ്റെ ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ BA ഇംഗ്ലീഷ് കഴിഞ്ഞാണ്. ലിറ്ററേച്ചർ ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ലോജിസ്റ്റിക്സ് ചൂസ് ചെയ്തു. ഫസ്റ്റ് പ്ലേസ്മെൻറ്റ് രാജസ്ഥാനായിരുന്നു. വാൽക്രോ എന്ന് പറയുന്ന കമ്പനിയായിരുന്നു അത്. അവിടെ എനിക്ക് അധികകാലം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ ക്ലൈമറ്റ് ഇഷ്യൂസ് കാരണം ഞാൻ റിലീവ് ചെയ്തു. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. 1-2 കമ്പനിയിൽ വർക്ക് ചെയ്തു. എനിക്ക് പർപ്പിളിൽ ജോയിൻ ചെയ്യാൻ അവസരം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വളരെ അടിപൊളിയായിട്ട് പർപ്പിളിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. ജോർജിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. സാർ, ആ ഓർഡർ മിസ്പ്ലേസ് ആയി പോകുന്നുണ്ട് സാർ. ഞാൻ എത്രയും പെട്ടെന്ന് ആ ഓർഡർ ശരിയായി തരാം സാർ. അത് എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. പക്ഷേ ഞാൻ നാളെ തന്നെ അത് മാക്സിമം ട്രൈ ചെയ്ത് റെഡിയാക്കാം സാർ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് സാർ. എന്തായാലും അന്ന് നമ്മൾ നാളെ തന്നെ നമുക്ക് നോക്കാം. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു യൂറോപ്പിൽ പോകാമെന്നുള്ളത്. ഞാൻ ഒരുപാട് കാലമായി അതിനു വേണ്ടി പരിശ്രമിക്കുന്നു. ഇപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു സമയം തെളിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹത്തിന് പിന്നാലെയാണ്. ഇപ്പോൾ എൻ്റെ ആഗ്രഹം നടക്കാൻ പോവുകയാണ്. ആ പ്രൊജക്റ്റ് എന്തായി? ആ ദിവസം ഞാൻ തോറ്റുപോയി. പക്ഷേ എത്ര തോൽവികൾ എൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും എൻ്റെ ആഗ്രഹത്തിനു വേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും.